ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മോൻ്റെ ഒരു ഫുഡ് റുട്ടീൻ്റെ വീഡിയോ ആണ്. അവന് ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു വീഡിയോ. അവന് രാവിലെ അധികം ദോശയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാനിത് അരി വെള്ളത്തിട്ട് കണ്ട് അരച്ചിന് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പൗഡർ വാങ്ങലാണ്. അപ്പോൾ കുറച്ച് പൊടിയെടുത്ത് അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഫസ്റ്റ് കുഴച്ചെടുക്കും. ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ മാവ് റെഡിയാക്കി ഇനി അത് ചുട്ടെടുക്കണം. ഞാൻ ഈ ഒരു മിൽമാഗിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ദോശൻ്റെ കൂടെ ഞാൻ പാലിൽ മുക്കിയാണ് ഞാൻ കേട്ടോ ദോശ കൊടുക്കൽ. അല്ലാണ്ട് അവൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ പാലിൽ മുക്കി അങ്ങനെ കൊടുക്കലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കൽ. രാവിലത്തെ ഒരു ഉറക്കം കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ഒന്നും കൊടുക്കലില്ല. ആദ്യമൊക്കെ ഞാൻ കഞ്ഞി കൊടുത്തിന്. പിന്നെ അവൻ കഞ്ഞി കുടിച്ചാൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്നും കൊടുക്കലില്ല. ഇനി ഇതാ ഉച്ചക്കത്തെ ചോറ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അരി എടുക്കലാണ്. ഇവന് ഈ റൈസ് ഇട്ടേ കഴിക്കുള്ളൂ, സാധാ റൈസ് കഴിക്കില്ല. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളവും പിന്നെ ഇതാ ഒരു പൊട്ടാറ്റോ ക്യാരറ്റും ചെറിയൊരു പീസാട്ടോ എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുത്തേക്കണ്. പിന്നെ ഞാനിത് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം ഗീ മിൽമൻ്റെ ഗീ ആണ് കേട്ടോ, കൗ ഗീ. ഇനി ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുത്ത് ഒരു 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ സൈഡായിട്ട് ഒരു മുട്ട പൊരിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്കും അവനും കൂടി ആട്ടോ ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ. ഇതാണ് അവൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. പിന്നെ കുളി ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ഞാൻ അവന് കഞ്ഞി കൊടുക്കലുണ്ട്. ഇന്ന് അവൻ വല്ലാണ്ട് കഞ്ഞി കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു അവക്കാഡോ കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹാഫ് അവക്കാഡോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കൽക്കണ്ടാണ് ഞാൻ മധുരത്തിന് ചേർത്തത്. പിന്നെ പാലും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു ഹാഫ് ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതാണ് രാത്രിക്കത്തെ ഫുഡ്. ഉച്ചക്കത്തെ ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് തന്നെയാണ്. അതിലേക്ക് ഞാൻ ചെറുപയർക്കറി ഉണ്ടാക്കിനി, അത് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ എന്താ ഉണ്ടാക്കിയത് അതാണ് കൊടുക്കൽ. എന്നും ഇത് തന്നെ ആവില്ല, വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവന് ഈ റൈസേ കഴിക്കുള്ളൂ, സാധാരണ നമ്മൾ നോർമൽ റൈസ് അവൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കുന്നത് അതും കൂട്ടി കൊടുക്കലാണ് കേട്ടോ. അവനിങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അസ്സലാമു അലൈക്കും.